ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയാണ്, അവൻ എഴുതുകയാണ്, ഞങ്ങൾ എഴുതുകയാണ്, അവൾ എഴുതുകയാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനെ ഇംഗ്ലീഷിലെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആൾ എഴുതുകയാണ്. ആ പ്രവൃത്തി ആരാ ചെയ്യുന്നത്? അവൻ എഴുതുകയാണ്, അവൾ എഴുതുകയാണ്. അപ്പൊ അവളാണ് സബ്ജക്ട്. ഈ സബ്ജക്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. അതിന്റെ കൂടെ ആം വയ്ക്കും, അല്ലെങ്കിൽ ഈസ് വയ്ക്കും, അല്ലെങ്കിൽ ആർ വയ്ക്കും. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും സന്ദർഭം അനുസരിച്ച്. പിന്നെ അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും. മുൻ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി, ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ബേസ് ഫോം ഉപയോഗിക്കും. അപ്പൊ ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി കൂടി ചേർക്കും. അത് ഒരുമിച്ച് വയ്ക്കും. ഉദാഹരണമായിട്ട് റൈറ്റിന്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ റൈറ്റിംഗ്, ING ഫോം എന്നും പറയാറുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഈ ടെൻസ് ഉണ്ടാക്കുന്നത്. ഞാൻ എഴുതുകയാണ്, അതെങ്ങനെ പറയും? ഐ ആം റൈറ്റിംഗ്. ഐയുടെ കൂടെ എപ്പോഴും ആമേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ ഞാൻ എഴുതുകയാണ്, ഐ ആം റൈറ്റിംഗ്. ഈ ആം എന്ന വാക്കാണ് ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത്. നേരത്തെ കണ്ടു, ഐയുടെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഞാൻ എഴുതുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ കളിക്കുകയാണ്, ഞാൻ ജോലി ചെയ്യുകയാണ്, ഇതെല്ലാം ഇംഗ്ലീഷിൽ ഈ രീതിയിലാണ് പറയുന്നത്. നമുക്ക് കുറച്ച് വാചകങ്ങൾ നോക്കാം. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. എ സ്റ്റോറി എന്നുള്ളത് കൂട്ടിവെച്ചിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം അതുപോലെ എ ട്രീ, ഫുട്ബോൾ, ഇംഗ്ലീഷ്, മൈ റൂം, എ ബുക്ക്, ഹോംവർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയത് ആ വാചകം കുറെ കൂടി അർത്ഥമുള്ളതായിട്ട് തോന്നാൻ വേണ്ടിയാണ്. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടി വയ്ക്കാം. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി, ഞാനൊരു കഥ എഴുതുകയാണ്. ഐ ആം കട്ടിംഗ് എ ട്രീ, ഞാനൊരു മരം മുറിക്കുകയാണ്. മലയാളത്തിൽ ഞാൻ മരം മുറിക്കുകയാണ്, അത് ഇംഗ്ലീഷിൽ ഐ ആം കട്ടിംഗ് എ ട്രീ, ഐ ആം കട്ടിംഗ് എ ട്രീ. ഓക്കെ. ഐ ആം പ്ലേയിങ് ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ക്ലീനിങ് മൈ റൂം, ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കുകയാണ്. ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്, ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്, ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. ഇന്ന ക്ലാസ്സിൽ കണ്ടത് ഞാൻ എഴുതുകയാണ്, ഞാൻ മുറിക്കുകയാണ്, ഞാൻ കളിക്കുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ ക്ലീൻ ചെയ്യുകയാണ്, ഞാൻ വായിക്കുകയാണ്, ഞാൻ ചെയ്യുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് കണ്ടത്. അപ്പൊ അതിന്റെ രീതി സബ്ജക്റ്റ്, അതിന്റെ കൂടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. ഐ ആയതുകൊണ്ട് ആം ആണ് എപ്പോഴും ഉപയോഗിക്കുക. അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കും, ഈ ഫോമിന്റെ കൂടെ ING എന്നും കൂടി ചേർക്കും. ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കും. ഓക്കെ. ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണ്. അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. പിന്നെ പഠിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ സന്ദർഭത്തിൽ സംസാരിക്കുമ്പോൾ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് എങ്കിലും ഈ 4 ഫോംസ് വെച്ച് പഠിക്കണം. പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില്
ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000 വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത്, ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprung. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ
പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്ക് ബാങ്ക്ഡ് ബാങ്ക്ഡ്, കംപ്ലീറ്റ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ്, comb combed combed, close closed closed, crush crushed crushed, curl curled curled, fold folded folded, itch itched itched, need needed needed, object objected objected, obtain obtained obtained, order ordered ordered, peck pecked pecked, perform performed performed, permit permitted permitted, please pleased pleased, possess possessed possessed, pour poured poured, provide provided provided, release released released, rely relied relied, surround surrounded surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.